എവിടെയാണ് ഈ സിസ്റ്റം പരിപൂർണമായി തകർന്നിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിൽ പോലും ഇവിടെ സാധാരണക്കാരായ ആൾക്കാർ ജില്ലാ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും അടക്കം നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ചികിത്സ കിട്ടാത്ത അവസരമാണ് ഇന്നുള്ളത്. ഇവിടെ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ വേദനയുണ്ടാക്കിയ ഒരു വിഷയമാണ് പ്രിയപ്പെട്ട വേണുവിൻ്റെ വിഷയം. അതാരും മറന്നിട്ടില്ല. വേണുവിൻ്റെ 2 മക്കൾ ഇന്നും അവർ SSC പരീക്ഷയ്ക്കും അതുപോലെ തന്നെ MBBSന്റെ നീറ്റ് പരീക്ഷയ്ക്കും അടക്കം സാമ്പത്തികമായ ആ പരീക്ഷകൾക്ക് അല്ലെങ്കിൽ ആ കോച്ചിങ്ങിന് പോകാൻ പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്നു. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഉഷ ചേച്ചി എന്ന് പറയുന്ന ചേച്ചി കഴിഞ്ഞ 5 വർഷക്കാലമായി 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് മറന്നുവെച്ച കത്രിക ഇന്ന് 2ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ആ കത്രിക തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ഇവിടെ സാധാരണക്കാരായ ആൾക്കാർക്ക് അവരുടെ ജീവന് യാതൊരു വിലയുമില്ല എന്ന് വീണ്ടും വീണ്ടും പറയുന്ന സ്ഥിതിയാണുള്ളത്. ഇന്നലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം ജില്ലയായ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ ഒരു കൊച്ചുകുട്ടിയുടെ കൈ തിരിഞ്ഞുപോയി കുഴ. അതിനെന്താണ് ഡോക്ടർ വിളിച്ച് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? ഫിസിയോതെറാപ്പി ചെയ്താൽ മതി, പതുക്കെ കൊണ്ട് നേരെയാകും. ഈ സിസ്റ്റം ഫെയിലിയർ ആണ്. കഴിഞ്ഞ 2 മാസക്കാലം മുമ്പ് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ചേട്ടന്റെ കയ്യിൽ നിന്ന് 63 ദിവസത്തിന് ശേഷം ഒരു ഓട്ടോ ഇടിച്ച് ആ താലൂക്ക് ആശുപത്രിയിൽ ചെന്നു. അതിനവിടെ ചികിത്സ നൽകി. അതിനുശേഷം 63 ദിവസത്തിന് ശേഷം പഴുപ്പും രക്തവുമായി വീണ്ടും ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ നിന്ന് 5 കഷ്ണം ചില്ലുകളാണ് കിട്ടിയത്. ഈ സിസ്റ്റം തകർന്നിരിക്കുകയല്ലേ? ഇവിടെ കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നു, ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലമായി യൂത്ത് കോൺഗ്രസ്സുകാർ അവർ പിടിച്ച കൊടിയേക്കാട്ടിലും കൂടുതൽ പിടിച്ചിരിക്കുന്നത് കരിങ്കൊടിയാണെന്ന്. അതെ, ആ കരിങ്കൊടി പിടിക്കുവാനുണ്ടായ കാര്യം ഈ സിസ്റ്റം ഫെയിലിയർ ആണ് എന്നുള്ള കാര്യം ഊന്നി ഞങ്ങൾ പറയുകയാണ്. പാലക്കാടുള്ള വിനോദിനി എന്ന് പറയുന്ന കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി ചോദിക്കുന്ന ചോദ്യത്തിന് കേരളത്തിന്റെ മനസ്സാക്ഷിക്ക് ഉത്തരമുണ്ടോ? അമ്മേ, ഒരു കൈയുമായി വന്ന എനിക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു കൈ ഇല്ലല്ലോ എന്ന് ആ കൊച്ചു മോള് ചോദിക്കുമ്പോൾ എന്താണ് കേരളത്തിന് പറയുവാനുള്ളത്? ഒന്നുമില്ല. അവിടെ ആ കൈക്ക് ഒരു വെപ്പ് കൈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ഒരു വെപ്പ് കൈ അടക്കം വെച്ചു കൊടുത്തത്. അതിനുപോലും തയ്യാറാകാത്ത ഒരു സർക്കാർ വേണുവിന്റെ കുടുംബത്തെ കൊല്ലം ജില്ലയിലെ പുനലൂര് മുതൽ കരുനാഗപ്പള്ളി വരെ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലെ മനുഷ്യ മനസ്സാക്ഷിക്ക് ഏറ്റൊരു മുറിവായിരുന്നു. 5 ദിവസക്കാലം ആ ആശുപത്രിയിൽ തണുക്കുന്ന തറയിൽ കിടന്നുകൊണ്ട് എനിക്ക് ചികിത്സ വേണം, എനിക്ക് വയ്യ, ഞാനൊരു ഓട്ടോക്കാരനാണ്, എന്നെ രക്ഷപ്പെടുത്തണം എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു. 5 ദിവസക്കാലം കഴിഞ്ഞിട്ടും ആൻജിയോഗ്രാം കിട്ടാതെ, ആ സർജറി ചെയ്യാൻ പറ്റാതെ ആ കുട്ടി മരിക്കുന്നത്, അദ്ദേഹം മരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. വേണുവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം, വേണുവിൻ്റെ ഭാര്യയും അടക്കം കുടുംബം അടക്കം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ 2 മക്കൾ, മികച്ച രീതിയിൽ പഠിക്കുന്ന 2 മക്കൾ, ഒരാളെ SSC കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ടെസ്റ്റ് എഴുതി അതിൽ ഉദ്യോഗാർത്ഥിയാക്കി വിജയിപ്പിച്ചെടുക്കണം, അതിന് ട്രെയിനിങ് കൊടുക്കണം. മറ്റൊരു കുട്ടിയെ നീറ്റ് പരീക്ഷ എഴുതി ഒരു ഡോക്ടറായി കാണണം. ആ കുടുംബത്തിൻ്റെ 2 ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ആ 2 മക്കളുടെ അവസ്ഥ എന്താണ്? അവരെ ഏറ്റെടുക്കുവാൻ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? ഇവിടെ മന്ത്രി വന്ന് രാവിലെ ഒരു ദിവസവും 365 ദിവസവും ഈ സിസ്റ്റം ഫെയിലിയർ ആണ്, അതിനെല്ലാം ഒരു ഉത്തരവുമായി മന്ത്രി വരും. മന്ത്രിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രതീകാത്മകമായി ഇവിടെ ഈ പഴയ ചാക്കിട്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. പഴയ ചാക്കും മന്ത്രിയുടെ വാക്കും ഒരുപോലെ തന്നെയാണ്. ഇനി അങ്ങനെയല്ല,
ഞങ്ങൾ എത്ര ആയാലും നന്നാവത്തില്ല, ഞങ്ങളെ തല്ലിയേ നന്നാകൂ എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രതീകാത്മകമായി ചൂരലുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് വന്നിരിക്കുന്നത്. ഈ മന്ത്രിയെയും ആരോഗ്യ വകുപ്പിനെയും, ഈ സിസ്റ്റം ഫെയിലിയർ ആയിട്ടുള്ള ഈ സിസ്റ്റത്തെ തല്ലി നന്നാക്കണമെങ്കിൽ അതിനുവേണ്ടി ജയിലിൽ പോകാൻ പോലും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാർ തയ്യാറാണ്. കാരണം ഈ നാട്ടിലെ 3 കോടി ജനങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരും ആശ്രയിക്കുന്നത് ഈ നാട്ടിലെ ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും അടക്കമുള്ള സർക്കാർ ആശുപത്രികളെയാണ്. ആ ആശുപത്രികളിൽ നമുക്ക് ചികിത്സ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് പറയുവാനുള്ളത്? എല്ലാം കഴിയുമ്പോൾ മന്ത്രി വരും. മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ ബൈറ്റിൽ നമ്മൾ കേരള ജനത കാണുന്നത് 15 മിനിറ്റ് യൂത്ത് കോൺഗ്രസിനെ കുറ്റം പറയുന്നതാണ്. യൂത്ത് കോൺഗ്രസ് എൻ്റെ വീട്ടിലേക്ക് വരുന്നു, യൂത്ത് കോൺഗ്രസ് എന്നെ വഴിയിൽ തടയുന്നു. എന്തിനാണ് മാഡം ഞങ്ങൾ നിങ്ങളെ തടയുന്നത്? ഈ സിസ്റ്റം ഫെയിലിയർ ആണ് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഊന്നി ഞങ്ങൾ പറയുകയാണ്. ഇനി ഏകദേശം 10-30 ദിവസക്കാലം മാത്രമേ ഈ സർക്കാരിന് ആയുസുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 1-ാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആ മറന്നു വെച്ച കത്രിക തിരിച്ചു കിട്ടുന്നത് 2-ാം പിണറായി സർക്കാർ അവസാനിക്കുമ്പോഴാണ്. ഈ മന്ത്രിയുടെ വാക്കിന് എന്ത് വിലയാണുള്ളത്? ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾക്ക് കാണാം. സാറേ, എത്ര വേണമെങ്കിലും എടുത്തോളൂ, ജയിലിലുണ്ടെങ്കിൽ ജയിലിൽ ഇട്ടോളൂ, അതൊന്നും കണ്ട് പേടിക്കുന്നവരല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ നെഞ്ചത്ത് കിടക്കുന്ന ചുമന്ന സഖാവെന്നുള്ള പരിവേഷമാണ് ഞങ്ങളെ പിടിച്ചകത്തിടാമെന്ന് കരുതുന്നതെങ്കിൽ ഇന്നലെ ആലപ്പുഴയിലും അത് കണ്ടതാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെയും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റിനെയും അടക്കം അറസ്റ്റ് ചെയ്തുകൊണ്ട് റിമാൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ, റിമാൻഡ് ചെയ്യാനാണെങ്കിൽ കാക്കിയിട്ട സഖാക്കന്മാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്തോളൂ. ജയിലിൽ പോകാൻ ഈ നാട്ടിലെ ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾക്കൊരു മടിയുമില്ല. അങ്ങനെ വീഡിയോ എടുത്തും ഇതാക്കിയും ഒന്നും കാക്കിയിട്ട പോലീസ് സഖാക്കന്മാർ ഞങ്ങളെ വിരട്ടണ്ട. അങ്ങനെയൊന്നും വിരളുന്ന ജനിസല്ല യൂത്ത് കോൺഗ്രസ്.